സുപ്രധാന പ്രഖ്യാപനങ്ങളുമായി പാത്രിയാർക്കീസ് ബാവ നടത്തിയ പ്രസംഗം. ഒന്നായിരിക്കുന്ന പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആമേൻ. This moment of great reverence and holiness as we conclude the Holy Qorobo on this blessed Sunday, sixth Sunday of the birth and nativity of Mor Yohanan Mamdono, we raise our thanks and gratitude to our Heavenly Father for giving us this opportunity to be with all of you, dear brothers, dear children in Christ. യോഹന്നാൻ മബ്ദാനയുടെ ജനനത്തിൻ്റെ ആ മഹത്തായ ആറാം ഞായറാഴ്ചയായി പരിശുദ്ധ സഭ ഈ എൽദോ നോമ്പിൻ്റെ നാളുകൾ ക്രമീകരിച്ചിരിക്കുന്ന ഈ ദിവസത്തിൽ സർവശക്തനായ ദൈവത്തിൻ്റെ കൃപകളും അനുഗ്രഹങ്ങളും സ്വർഗീയമായ അനുഗ്രഹങ്ങളുമെല്ലാം ആദ്യമേ തന്നെ നിങ്ങളെ അറിയിക്കട്ടെ. We are grateful to our good Lord for taking care of His holy church on earth and always protecting her from all evil and from evil people, as this church, which is you, every member of the church, is trying and striving to praise God's law, God's holy name, and to be faithful and to be true witness to our Heavenly Father here on earth. സ്വർഗീയ പിതാവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തി സത്യവിശ്വാസത്തിൽ ഉറച്ചു നിന്ന് പരിശുദ്ധ സഭയുടെ മക്കളായിരിക്കുന്ന നിങ്ങളെ സർവ്വവിധമായ തിന്മകളിൽ നിന്നും തിന്മപ്പെട്ടതായ സകല ശക്തികളിൽ നിന്നും കാത്തു സംരക്ഷിച്ച് വഴി നടത്തുന്നതായ സർവശക്തനായ ദൈവത്തെ നന്ദിയോടെ മഹത്വപ്പെടുത്തുകയാണ്. As you all know, this time we come to visit you in a very difficult and critical time of the life of our church here in India. ഇപ്പോൾ നാം ഇവിടെ ആഗതമായിരിക്കുന്ന സന്ദർഭമെന്ന് പറയുന്നത് പരിശുദ്ധ സഭയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ദുഃഖകരവും അതുപോലെ തന്നെ പ്രയാസകരവുമായ ഒരു സന്ദർഭത്തിലൂടെ നാം കടന്നു പോകുന്നതായ ഒരു സാഹചര്യത്തിലാണ്. We come on the 40th day of the passing away of our beloved late lamented Catholicos Mor Baselios Thomas First. നമ്മുടെ ഭാഗ്യസ്മരണീയനായ ആബോൻ മോർ ബസേലിയോസ് തോമസ് പ്രഥമൻ ബാവായുടെ 40ാം ഓർമ്മദിനത്തോട് അനുബന്ധിച്ചാണ് ഇപ്രാവശ്യം നാം ഇവിടെ വന്നിരിക്കുന്നത്, നാം ഇപ്പോൾ ഇവിടെ ആയിരിക്കുന്ന സന്ദർഭവും എന്ന് പറയുന്നത്. As we could not be here for his funeral, we thought it's important for us to come and be with you on the 40th day and to remember him and to assure all of you of our fatherly love and care at this moment and all the time. ശ്രേഷ്ഠ ബാവാ തിരുമേനിയുടെ കബറടക്ക ശുശ്രൂഷയുടെ സമയത്ത് നമുക്ക് എത്തിച്ചേരുവാൻ സാധിച്ചില്ല. എന്നാൽ 40ാം ഓർമ്മദിനത്തോടനുബന്ധിച്ച് ഇവിടെ വരുവാനും എൻ്റെ മക്കളെ ആശ്വസിപ്പിക്കാനും നിങ്ങളോട് കൂടെ ആയിരിക്കാനും ഇപ്പോൾ മാത്രമല്ല എപ്പോഴും പരിശുദ്ധ സിംഹാസനവും നാമം നിങ്ങളോടുകൂടി ആയിരിക്കുമെന്നുള്ളതായ ഉറപ്പ് നിങ്ങൾക്ക് നൽകുവാനും തക്കവണ്ണമാണ് ഇപ്പോൾ നാം ഇവിടെ വന്നിരിക്കുന്നത്. This morning during this Holy Qorobo we remembered his beatitude here at the St. George beautiful church of Malikurush, a place where his beatitude was related to him and his family who come from the neighborhood here and who had special affection and special love to this place. നമ്മുടെ ശ്രേഷ്ഠ ബാവാ തിരുമേനി ആയിരുന്നതും അതോടൊപ്പം തന്നെ ബാവായുടെ കുടുംബം ഉൾപ്പെടുന്നതുമായ ഈ ദേശത്ത് പ്രത്യേകിച്ച് ഈ സെന്റ് ജോർജ് മനോഹരമായ സെന്റ് ജോർജ് ദേവാലയത്തിൽ ഇന്ന് വിശുദ്ധ കുർബാനയിൽ ശ്രേഷ്ഠ ബാവാ തിരുമേനിയെ ഓർത്ത് പ്രാർത്ഥിക്കുകയുണ്ടായി. And tomorrow, of course, we will be together to celebrate the 40th memorial and to pray for him at the place where he founded with great labor, with sweat and with blood. He built that place to be a beautiful, suitable headquarters for our holy church here in India. നാളെ ശ്രേഷ്ഠ ബാവാ തിരുമേനിയുടെ 40ാം ഓർമ്മദിനം നമ്മൾ പുത്തൻകുരിശ് പാത്രിയർക്കാ സെന്ററിൽ ആചരിക്കുകയാണ്. ആ സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ പരിശുദ്ധ പാത്രിയർക്കാ സെന്റർ എന്ന് പറയുന്നത്
നമ്മുടെ ബാവാ തിരുമേനിയുടെ കഠിനാധ്വാനത്തിൻ്റെയും കണ്ണുനീരിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും പ്രതിഫലനമായി പരിശുദ്ധ സഭയുടെ അഭിമാനമായി ആസ്ഥാനമായിരിക്കുന്ന ആ സ്ഥലത്താണ് നാളെ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത്. His beatitude has gone to his eternal abode, to his home, where all of us hope one day we will be. ശ്രേഷ്ഠ ബാവാ തിരുമേനി പോയിരിക്കുന്നത് ഒരു ദിവസം നാം എല്ലാവരും കടന്നു പോകേണ്ടതായ ചെല്ലേണ്ടതായ തനിക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്നതായ സ്വർഗീയ ഭവനത്തിലേക്കാണ് ബാവാ തിരുമേനി പോയിരിക്കുന്നത്. And we all feel his absence, bodily absence, but we know he is with us in prayers and he is still praying for the church and helping the church from where he is. ശ്രേഷ്ഠ ബാവാ തിരുമേനി ഒരുപക്ഷെ ഭൗതികമായി ശാരീരികമായി നമ്മോട് കൂടെ ഇല്ലായിരിക്കാം. എന്നാൽ നമ്മുടെ ബാവായുടെ പ്രാർത്ഥനയും ബാവായുടെ അനുഗ്രഹങ്ങളും ഈ സഭയുടെ കൂടെ സഭാമക്കളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കുമെന്നുള്ളതിന് സംശയമില്ല. However, the church, which is God's body and Christ's bride, will never be abandoned by our Heavenly Father and her groom, our Lord Jesus Christ, will always be looked after from heaven through loyal servants that God called to be his ministers, his bishops and his clergy and his faithful people here on earth. നമ്മുടെ കർത്താവിൻ്റെ ശരീരവും മണവാട്ടിയുമായ പരിശുദ്ധ സഭ ഒരിക്കലും ഈ ലോകത്ത് അനാഥമാക്കപ്പെടുവാൻ അനുവദിക്കാത്തവണ്ണം ആ സഭയുടെ അനുഗ്രഹങ്ങളും അതുപോലെ തന്നെ എല്ലാ സ്വർഗീയമായ കൃപകളും തിരഞ്ഞെടുക്കപ്പെട്ടവരായ ശ്രേഷ്ഠാചാര്യന്മാരിലൂടെയും പുരോഹിതന്മാരിലൂടെയും ഈ പരിശുദ്ധ സഭയ്ക്ക് ഈ ലോകത്ത് നൽകപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. Therefore we are at rest, we are at peace, knowing that our church here is well taken care of by our beloved brother in Christ, His Eminence Mor Gregorios Joseph, who is our Malankara Metropolitan, assistant to the Catholicos, and who has been recommended by all church bodies to be the Catholicos, God willing, soon. നാം പ്രത്യാശിക്കുകയും അതുപോലെ തന്നെ നമുക്ക് ഉറപ്പുമുണ്ട്, പരിശുദ്ധ സഭയുടെ സമിതികളെല്ലാം തിരഞ്ഞെടുക്കുകയും പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുന്നഹദോസ് അംഗീകരിക്കുകയും നമ്മോട് അപേക്ഷിക്കുകയും ചെയ്ത പ്രകാരം പരിശുദ്ധ സഭയുടെ മലങ്കര മെത്രാപ്പോലീത്തായും കാതോലിക്ക അസിസ്റ്റന്റുമായ അഭിമന്യ പിതാവായ ജോസഫ് മോർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ അനുഗ്രഹീതമായ നേതൃത്വത്തിൽ ഈ പരിശുദ്ധ സഭ മുന്നോട്ട് പോകുമെന്ന് നമുക്ക് പൂർണ്ണമായ ഉറപ്പുണ്ട്. We know it's a difficult task and heavy burden on His Eminence shoulders, but we assure him of our unlimited support in his ministry, and we know the love of the people for him will strengthen him and will give him the needed energy and the needed strength to lead our church here in India. അഭിനന്ദനായ മലങ്കര മെത്രാപ്പോലീത്ത ജോസഫ് മോർ ഗ്രിഗോറിയോസ് തിരുമേനി ഏറ്റെടുത്തിരിക്കുന്നതായ ചുമതല, അദ്ദേഹത്തിൽ ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നതായ ചുമതല എന്ന് പറയുന്നത് പ്രത്യേകിച്ച് പരിശുദ്ധ സഭയുടെ ഈ നിർണായകവും ഏറ്റവും ദുഷ്കരവുമായ ഈ സന്ദർഭത്തിൽ വളരെ ഭാരമേറിയ ഒരു ചുമടാണ് അദ്ദേഹത്തിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നതെന്ന് നമുക്ക് നിശ്ചയമുണ്ട്. എന്നാൽ നമ്മുടെ എല്ലാ അനുഗ്രഹങ്ങളും അതോടൊപ്പം തന്നെ പരിശുദ്ധ സഭാമക്കളുടെ പരിപൂർണമായ പിന്തുണയും പ്രാർത്ഥനയുമെല്ലാം ഈ സഭയെ അനുഗ്രഹീതമായി മുന്നോട്ട് നയിക്കുവാൻ തക്കവണ്ണം, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കൃപകൾ ലഭിക്കുവാൻ തക്കവണ്ണം കൂടെ ഉണ്ടായിരിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. കാര്യം നാം പൂർണ്ണമായി ഈ സന്ദർഭത്തിൽ അടിവരയിട്ട് പറയുകയാണ്. Likewise, we express our love and trust in all our metropolitans here in India who are struggling to keep the faith and to strengthen the church during this very difficult time. And together with the Malankara Metropolitan, Mor Gregorios Joseph, we know they will protect our holy church and lead it to peace and prosperity.
അതോടൊപ്പം തന്നെ പരിശുദ്ധ സഭയെ ത്യാഗങ്ങൾ സഹിച്ച് കഷ്ടപ്പെട്ട് ഈ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം സമർപ്പിതമായി ശുശ്രൂഷ ചെയ്യുന്ന പരിശുദ്ധ സഭയിലെ എല്ലാ പിതാക്കന്മാരെയും ഈ സന്ദർഭത്തിൽ അത്യധികം സ്നേഹത്തോടും നന്ദിയോടും കൂടെ നാം ഓർക്കുമ്പോൾ അഭിവന്ദനായ ജോസഫ് മോർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ കരങ്ങൾക്ക് ശക്തി പകർന്നുകൊണ്ട് കൂടെ നിൽക്കുവാൻ തക്കവണ്ണം എല്ലാവരും പൂർണ്ണമായി സഹകരിക്കുമെന്നുള്ളതിലും നമുക്ക് പൂർണ്ണമായ ഉറപ്പുണ്ട്. As we always said, this part of our Holy Church of Antioch is very dear to us and near to our heart and to the hearts of all members of our Universal Syriac Orthodox Church throughout the world. ഞാൻ എപ്പോഴും ഓർമ്മപ്പെടുത്തുന്നത് പോലെ മലങ്കരയിലെ സഭ എന്ന് പറയുന്നത് പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിലും അതോടൊപ്പം തന്നെ നമ്മുടെ ഹൃദയത്തിലും ലോകത്താകമാനമുള്ള സുറിയാനി സഭയിലെ മക്കളുടെ ഹൃദയത്തിലും ചേർത്ത് വച്ച് അത്യധികമായി നാം സ്നേഹിക്കുന്ന ഒരു ഭാഗമാണ് മലങ്കരയിലെ സുറിയാനി സഭ എന്നുള്ളത് ഈ സന്ദർഭത്തിൽ ഒരിക്കൽ കൂടെ അടിവരയിട്ട് നാം പറയുകയാണ്. And as in every visit to this beloved part of our church, we always pray and work for peace in the church, unity in the church. We always work for finding lasting solution to the division that happened here in Malankara. Even during our apostolic visit, we set up a committee to work on solving issues of the church. And that committee still stands and is ready to meet with whoever wants to discuss peace in the church and reconciliation in our church. നമ്മുടെ എല്ലാ സന്ദർശനങ്ങളിലും നാം ഓർമ്മപ്പെടുത്താറുണ്ട്, മലങ്കര സഭയിൽ സമാധാനവും ഐക്യവും ശാശ്വതമായ സമാധാനവും ഉണ്ടാകുവാൻ തക്കവണ്ണം നാം അത്യധികം ആഗ്രഹിക്കുകയും അതിനുവേണ്ടി നമ്മൾ സാധിക്കുന്ന എല്ലാ കാര്യങ്ങളും നാം ചെയ്യുകയും ചെയ്യുന്നുവെന്നുള്ളത് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. മലങ്കര സഭയിൽ ഭിന്നിച്ചു നിൽക്കുന്നതായ സഭയിൽ ശാശ്വതമായ സമാധാനമുണ്ടാകുവാൻ തക്കവണ്ണം നാം ഒരിക്കൽ ഒരു എപ്പിസ്കോപ്പൽ കമ്മിറ്റിയെ നിയോഗിക്കുകയും ആ കമ്മിറ്റി എപ്പോഴും ചർച്ചകൾക്ക് തയ്യാറായി നിലനിൽക്കുകയും ചെയ്യുന്നത് നാം നിങ്ങളെ ഈ സന്ദർഭത്തിൽ ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. We would like also to repeat again what we said before, that civil courts cannot solve issues of faith and ecclesiastical matters. What solves this issue is love of Christ and His church, sincerity and real dialogue, honest dialogue. That will bring us to solution, to solving these issues. Our ultimate goal is to have peace in the church. Whatever that peace, however that peace is achieved, is left to these committees and to the recommendation of our church here. We would like to see peace in Kerala, we would like to see peace in our church, peace among all Christian churches and in the entire world, in fact. ഈ സന്ദർഭത്തിൽ നാം ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്, കോടതികളിലൂടെ വ്യവഹാരങ്ങളിലൂടെ ഈ പ്രശ്നത്തിന് ഒരിക്കലും പരിഹാരമുണ്ടാക്കുവാൻ ശാശ്വതമായ സമാധാനം അല്ലെങ്കിൽ പരിഹാരം വിശ്വാസപരവും സഭാപരവുമായ കാര്യങ്ങൾക്ക് കോടതികളിലൂടെ പരിഹാരമുണ്ടാക്കുവാൻ സാധിക്കുകയില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമായിരിക്കുമ്പോൾ, ക്രിസ്തീയ സ്നേഹത്തിൽ ചർച്ചകളിലൂടെ ഒക്കെ പരിഹരിക്കപ്പെടേണ്ടതായ ആ ഒരു കാര്യമാണിത്. അത് സഭകളുടെ ഐക്യവും, അത് എല്ലാ ക്രിസ്തീയ സഭകളുടെ ഐക്യവും ലോകം മുഴുവൻ്റെയും ഐക്യവും സമാധാനവുമാണ് അനിവാര്യമായിരിക്കുന്നതെന്നുള്ളത് കൂടെ നാം ഓർമ്മപ്പെടുത്തുകയാണ്. Court cases deal with ownership of property, with following the civil law, with organizing the life of the people. All these are very good and needed. However, what's in the heart, the faith of the people, no court can help judge that faith. കോടതി വിധികൾ എന്ന് പറയുന്നത് സ്വത്തുക്കളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഭരണപരമായ കാര്യങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം കോടതികൾക്ക് തീരുമാനങ്ങളും നിശ്ചയങ്ങളും എടുക്കുവാൻ സാധിക്കും. എന്നാൽ സഭാമക്കളുടെ വിശ്വാസികളുടെ ഹൃദയത്തിലുള്ളതായ വിശ്വാസത്തെ അതിനൊരു തീർപ്പ് കൽപ്പിക്കുവാൻ തക്കവണ്ണം സാധിക്കുകയില്ല എന്നുള്ളത്
ഒരു പരമസത്യമായ യാഥാർത്ഥ്യമായി നിലനിൽക്കുകയാണ്. We have seen in the last few years how some of our churches were taken away, the buildings I mean. But then we saw the people coming together, buying new lands and constructing new churches in place of these churches, because what's in the heart is faith and love to God and to His church that cannot be removed by a court case, a court verdict, or by an earthly judgment. നമുക്കറിയാം, കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ അനേക ദേവാലയങ്ങൾ, പരിശുദ്ധ സഭയുടെ അനേക ദേവാലയങ്ങൾ നമ്മിൽ നിന്ന് എടുത്തു മാറ്റപ്പെട്ടു. അത് നമ്മിൽ നിന്ന് കൊണ്ടുപോകുന്നതായ സാഹചര്യമുണ്ടായി. എന്നാൽ നമുക്കറിയാം, ദേവാലയങ്ങൾ പോയിടത്ത് മറ്റ് ദേവാലയങ്ങൾ അല്ലെങ്കിൽ സൗകര്യങ്ങൾ ഉണ്ടാക്കി ഈ പരിശുദ്ധ സഭയുടെ മക്കൾ മാറുകയും ആരാധിക്കുകയും ചെയ്തു. ദേവാലയങ്ങൾ കൊണ്ടുപോകാൻ സാധിച്ചുവെങ്കിലും പരിശുദ്ധ സഭയുടെ മക്കളുടെ ഹൃദയത്തിൽ നിന്ന് വിശ്വാസത്തെ തകർക്കുവാനോ മാറ്റിക്കളയുവാനോ ഒരിക്കലും ആർക്കും സാധിച്ചിട്ടില്ല എന്നുള്ളത് ഒരു സത്യമായി നിലനിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കോടതി വിധികളെ സംബന്ധിച്ചിടത്തോളം ഈ സ്വത്തുക്കളും അതുമായ കാര്യങ്ങളെക്കുറിച്ച് തീരുമാനങ്ങൾ ഉണ്ടാക്കാമെങ്കിലും പരിശുദ്ധ സിംഹാസനത്തോട് ബാബാ തിരുമേനി പറഞ്ഞ കാര്യം ഞാൻ ഒന്നുകൂടി അടിവരയിട്ട് പറയുകയാണ്. സഭാമക്കളുടെ ഹൃദയത്തിലുള്ളതായ ആ വിശ്വാസത്തിന്റെ ജ്വാല അണയിച്ചു കളയുവാൻ, അതിൽ വ്യതിചലിക്കുവാൻ സഭാമക്കൾക്ക് ഒരു ശക്തിക്കും സാധിച്ചില്ല എന്നുള്ളത് ഒരു വലിയ സത്യമായി നിലനിൽക്കുകയാണ്. And while we thank all authorities who have tried to establish peace in our church in Kerala, whether the state government or the national government in Delhi, all heads of other Christian churches, we thank them all for their efforts. We believe only the people of this church, both factions of the church in Malankara, can come together and solve this issue through dialogue. Therefore, we think it's an opportune time now. It's important time now to come together and to discuss the future of our church here in Malankara. And we as the Patriarchate, as the head of this church, both factions, the spiritual head of this church, we are ready to accept whatever our church, both factions together, agree upon. മലങ്കര സഭ പ്രശ്നം സമാധാനപരമായി ശാശ്വതമായി പരിഹരിക്കുവാൻ ബഹുമാനപ്പെട്ട ഗവൺമെന്റും അതോടൊപ്പം തന്നെ ഇതര സഭാ മേലധ്യക്ഷന്മാരും ഒക്കെ എടുത്തതായ ശ്രമങ്ങളെ നാം അത്യധികം ശ്ലാഘിക്കുകയാണ്. എന്നാൽ ആത്യന്തികമായി അനിവാര്യമായിരിക്കുന്നത് രണ്ട് സഭകളിലെയും വിശ്വാസികളും അല്ലെങ്കിൽ സഭകളും തമ്മിലുള്ളതായ ചർച്ചകളിലൂടെ പരിഹരിക്കുക എന്നുള്ളതാണ്. ഇതിനകത്ത് ശാശ്വതമായുള്ളതായ പരിഹാരത്തിലേക്ക് പോകുവാനുള്ളതായ മാർഗമെന്ന് പറയുന്നത് ഉള്ളതും കൂടെ ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. As we do, I ask all of you also to continue to pray for our church here in Malankara, for peace in our church, for solution, lasting solution, whatever that solution may be, that may come through the power of the Holy Spirit. We ask you to pray always without ceasing for this issue. മലങ്കര സഭയിൽ ശാശ്വതവും നിത്യവുമായ സമാധാനമുണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടി പരിശുദ്ധ സഭയിലെ മക്കളെ ഈ സന്ദർഭത്തിൽ നാം ഓർമ്മപ്പെടുത്തുകയാണ്. സമാധാനം ഉണ്ടാക്കുന്നത് സർവശക്തനായ ദൈവമാണ്. അതുകൊണ്ട് തന്നെ ദൈവത്തോട് ഈ പ്രശ്നങ്ങൾ ശാശ്വതമായി പരിഹരിക്കപ്പെടുവാൻ പ്രാർത്ഥിക്കുവാൻ നമ്മുടെ വാത്സല്യ മക്കളെ നാം ആഹ്വാനം ചെയ്യുന്നു. And this morning, as we are gathered here, I ask you to also keep in your prayers our people in Syria and in the Middle East in general. The last few days, and especially during the night, last night, many important and very important events happened in Syria. Looks like it's going through big change. And our people, especially the Christians, but generally the people of Syria, are in need of prayers that this time, that this transition happens peacefully without violence. അതോടൊപ്പം തന്നെ ഇന്ന് പ്രത്യേകമായി സിറിയയ്ക്ക് വേണ്ടിയും മധ്യപൂർവ്വ ദേശങ്ങളിലെ ജനത്തിനു വേണ്ടിയും പ്രാർത്ഥിക്കുവാൻ വേണ്ടി നാം നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. ഇന്നലെ രാത്രിയും ഈ സമീപ ദിവസങ്ങളിലുമൊക്കെ വളരെ നിർണായകമായ ചില സംഭവ വികാസങ്ങൾ അവിടെ ഉണ്ടാവുകയുണ്ടായി. അവിടെ വലിയ പ്രതിസന്ധിയിലൂടെ അനിശ്ചിതത്വത്തിലൂടെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.
അവിടെയും സമാധാനവും അതുപോലെ തന്നെ ക്രിസ്തീയ സഭയിലെ മക്കൾക്കുമൊക്കെ എല്ലാവർക്കും മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം ഒരു സാഹചര്യം ഉണ്ടാകുവാൻ തക്കവണ്ണവും പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുവാൻ തക്കവണ്ണവും നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് വളരെ ഹൃദയഭാരത്തോടുകൂടെ ഈ സന്ദർഭത്തിൽ നാം നിങ്ങളെ ഓർമ്മപ്പെടുത്തട്ടെ. And today we are happy to know that 4 of our beloved metropolitans are celebrating their consecration, Episcopal consecration anniversary. 22 years ago, they were consecrated as bishops for our church. And we'd like to congratulate them. 2 of them at least are with us here. His Eminence, which one first? Yours first. More Dioscoros Kyriakos, the Metropolitan of the Dairo here, and also of our northern zone of the Simhasana churches. And His Eminence More Athanasios Georgis, he is the Metropolitan of our beloved More Ignatius Dairo Manikara, as well as the Metropolitan of the southern zone of our Simhasana churches. In addition to both of them, we also congratulate our beloved Metropolitans More Dionysios Georgis and beloved Metropolitan More Miletus Yohanan. 4 of them became bishops 22 years ago this day. ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം, പരിശുദ്ധ സഭയെ സംബന്ധിച്ചിടത്തോളം അത്യധികം സന്തോഷകരമായ ഒരു കാര്യവും കൂടെയുണ്ട്. നമ്മുടെ പരിശുദ്ധ സഭയിലെ 4 തിരുമേനിമാർ, മെത്രാപ്പൊലീത്തമാർ, അവർ മെത്രാപ്പൊലീത്തമാരായതിൻ്റെ 22ാം വാർഷികം ആഘോഷിക്കുന്ന ദിവസമാണ്. അഭിയുന്ന പിതാവായ മോർ ദിയസ്കോറോസ് തിരുമേനിയും അതുപോലെ മോർ ഗീവർഗീസ് അത്താനാസിയോസ് തിരുമേനിയും മോർ ദിവനാസിയോസ് തിരുമേനിയും മോർ യൂഹാനോൻ മിലിത്തിയോസ് തിരുമേനിയും 4 പേര് മെത്രാപ്പൊലീത്തമാരായിട്ട് 22 വർഷങ്ങൾ തികയുമ്പോൾ നമ്മൾ പരിശുദ്ധ സഭയെ സംബന്ധിച്ചിടത്തോളം അത്യധികം സന്തോഷകരമായ ഒരു മുഹൂർത്തമാണെന്നുള്ളത് വളരെ സന്തോഷത്തോടുകൂടെ ഈ സന്ദർഭത്തിൽ അറിയിക്കട്ടെ. We pray for them and wish them God's grace in continuing their ministry for the Holy Church. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും സർവശക്തനായ ദൈവത്തിൻ്റെ കൃപകൾ അവരുടെ ശുശ്രൂഷയിൽ തുടർന്നുമുണ്ടാകട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. Finally, on behalf of myself and their eminences, the metropolitans who are accompanying me, His Eminence More Klimis Daniel of Metropolitan of Beirut, His Eminence More Joseph Bali, the Patriarchal Assistant, and His Eminence More Augin El-Khouri, the Patriarchal Secretary, would like to once again thank More Gregorios Termeni for all the arrangements he has made for us to be here. And of course today we thank also More Dioscoros Kyriakos for his continuous love and affection to the Holy Church, and for receiving us here and allowing us to stay here at Patriarchal Dairo Malikurush. അതോടൊപ്പം തന്നെ നമ്മോടൊപ്പം ഇവിടെ ആഗതരായിരിക്കുന്ന ലെബാനോനിലെ ആർച്ച് ബിഷപ്പ്, ബെയ്റൂട്ടിലെ ആർച്ച് ബിഷപ്പ് മോർ ദാനിയേൽ ക്ലീമിസ് മെത്രാപ്പൊലീത്ത, അതുപോലെ പാട്രിയാർക്കൽ അസിസ്റ്റന്റ് ആയിരിക്കുന്ന അഭിയുന്ന പിതാവായ ജോസഫ് ബാലി, പാട്രിയാർക്കൽ സെക്രട്ടറി ആയിരിക്കുന്ന അഭിയുന്ന പിതാവായ മോർ ഔഗീൻ ഖൂറി, ഈ 3 പിതാക്കന്മാരോടൊപ്പം നമ്മളോട് ഒരുമിച്ച് ഇവിടെ ആഗതരായിരിക്കുമ്പോൾ ഈ നമ്മുടെ സന്ദർശനത്തിന് എല്ലാ ക്രമീകരണങ്ങളും ചെയ്ത അഭിയുന്ന പിതാവായ ജോസഫ് മോർ ഗ്രിഗോറിയോസ് തിരുമേനിയെ നന്ദിയോടുകൂടെ ഓർക്കുമ്പോൾ തന്നെ ഇന്ന് ഇവിടെ വിശുദ്ധ ബലിയർപ്പിപ്പാനും അതോടൊപ്പം തന്നെ നമുക്കിവിടെ താമസിക്കുവാൻ തക്കവണ്ണം എല്ലാ സൗകര്യങ്ങളും ക്രമീകരണങ്ങളും ഒരുക്കി തന്ന അഭിയുന്ന പിതാവായ കുര്യാക്കോസ് മോർ ദിയസ്കോറോസ് തിരുമേനിയോടുമുള്ളതായ നന്ദിയും ഈ സന്ദർഭത്തിൽ അറിയിക്കുകയാണ്. And nani to you for translating. ഞാൻ പറയേണ്ട കാര്യമില്ല. Thank you. Once again, love to assure all of you of our fatherly love, of our apostolic blessings and humble prayers. May God
bless you all, grant rest to the souls of your departed ones, and may He always give you the wisdom and the courage to be strong in your faith and to express your faith in all that you do and you say. നമ്മുടെ അപ്പോസ്തോലിക വാഴുകൾ ഒരിക്കൽ കൂടെ നിങ്ങളെ അറിയിക്കുമ്പോൾ തന്നെ സർവശക്തനായ ദൈവത്തിൻ്റെ കൃപകളും അനുഗ്രഹങ്ങളും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ വാങ്ങിപ്പോയവരുടെ ആത്മാക്കളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. പ്രതിസന്ധികളിൽ, പ്രയാസങ്ങളിൽ തളരാതെ സത്യവിശ്വാസത്തിൽ ഉറച്ചു നിന്ന് മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് എല്ലാ കൃപകളും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.